നമ്മൾ ഉണ്ടാക്കുന്നത് അറക്കൽ ബിരിയാണിയാണ്. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന ബിരിയാണിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ വരുന്നത്. പക്ഷേ ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. ശരിക്കും നമ്മൾ ഇതുവരെ കഴിച്ചിരുന്ന ബിരിയാണികളൊന്നും ഒന്നും അല്ലാന്ന് തോന്നും, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത്. 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് അരിയിലേക്ക് 1/2 കിലോ ചിക്കനാണ്. അപ്പോൾ ചിക്കൻ ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. മസാലകളെല്ലാം വളരെ കുറച്ച് മതി. 1 ടീസ്പൂൺ നിറയെ ഗരം മസാല, പിന്നെ നമ്മൾ പാകത്തിന് ഉപ്പ്, അതുപോലെ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂൺ തൈര്. ഉപ്പ് ഇടുമ്പോൾ നമ്മൾ മസാലയിലേക്ക് വീണ്ടും ഉപ്പിടും, എങ്കിലും ചിക്കനിലേക്കുള്ള ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് തന്നെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നമ്മൾ ബാക്കി പ്രിപ്പറേഷൻസൊക്കെ കഴിയുമ്പോഴേക്കും ഏകദേശം അരമണിക്കൂറാവും. അപ്പോൾ അതുവരെ നമ്മൾ പറ്റുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക. പുറത്ത് വെച്ചാലും മതി, പക്ഷേ ഫ്രിഡ്ജിൽ വെക്കുകയാണ് നല്ലത്. ഇനി നമ്മൾ റൈസ് റെഡിയാക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ്, അത്ര തന്നെ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് എത്രയുണ്ടോ അത്ര തന്നെ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ അവസാനം ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള സവാളയാണത് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുന്നത്. അത് ഈ സമയത്ത് തന്നെ അങ്ങ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് വേറൊരു പാത്രത്തിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഈ സമയത്ത് തന്നെ സവാള ഇട്ടിട്ട് ഗോൾഡൻ കളറായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക. ഇതൊന്ന് കോരി മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ഉണക്ക മുന്തിരിയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് ഇടാം, അതുപോലെ ക്യാരറ്റ് ഉണ്ടെങ്കിൽ അതും ഈ സമയത്ത് ഇതിൽ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക. ക്യാരറ്റ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും. ഇപ്പോൾ ക്യാരറ്റ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാത്തത്. ക്യാരറ്റ് നമ്മൾ ചോറിലിട്ട് വേവിക്കുകയല്ല, ഇതിൽ ഈ നെയ്യിലിട്ടിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക. പിന്നെ ഒരു 5-6 ഏലക്കായ, ഞാനിപ്പോൾ ഒരു 8 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ട്. ഏലക്കായുടെ ടേസ്റ്റ് നല്ലതാണ്. അതുപോലെ പട്ട ചെറിയ 2 കഷ്ണം, പിന്നെ ജാതിപത്രി 1/4 പകുതി എടുത്തിട്ടുണ്ട്, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിച്ചപ്പും പുതിനയും ഒരു കൈ നിറയെ ഉണ്ട്. ഇത്രയും സംഭവങ്ങൾ നമ്മൾ എണ്ണയിൽ ഈ നെയ്യും സൺഫ്ലവർ ഓയിലും കൂടിയാണ് ഇതിലൊന്ന് വഴറ്റിയിട്ട് അങ്ങ് മാറ്റി വയ്ക്കുക. അപ്പോൾ അതിങ്ങനെ നെയ്യിൽ വഴറ്റിയിട്ട് ചേർക്കുമ്പോൾ തന്നെ ആ റൈസിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നെയ്യിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാൻ എല്ലാം റെഡിയാക്കി, അവസാനം ദം ചെയ്യുമ്പോൾ ആവശ്യമുള്ള സാധനങ്ങളാണ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ റൈസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിലേക്ക് ഒരു 2-3 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് 2 കപ്പ് അരിയാണ് കേട്ടോ ഉള്ളത്. അതുപോലെ ഒരു 4 ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഷാജീരകം പെരുംജീരകം കൂടിയാണിത്. ഒരു ചെറിയ 2 നുള്ളു മതി. ഷാജീരകം ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം, പക്ഷേ ഉണ്ടായിരുന്നാൽ നല്ല ടേസ്റ്റാണ്. ഷാജീരകം മിക്ക ആൾക്കാരുടെയും കയ്യിലുണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതിലേക്ക് 2 കപ്പ് കൈമ അരി കഴുകി വെള്ളമൊക്കെ നന്നായി വാർത്ത് വെച്ചിട്ടുള്ളതാണ്. അത് നമ്മൾ ബിരിയാണി പ്രിപ്പറേഷൻ തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ കഴുകി വെള്ളം ഇതുപോലെ ഒരു അരിപ്പയിൽ ആക്കി വെച്ചിരുന്നാൽ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് പോയിക്കോളും. പിന്നെ നമുക്ക് ഈ അരി ഫ്രൈ ചെയ്യാനുള്ളതായതുകൊണ്ട് കഴുകി ഉടനെ ചെയ്തെടുക്കരുത്. അപ്പോൾ നേരത്തെ തന്നെ ചെയ്ത് വെച്ചാൽ മതി. അരി നമ്മൾ മാരിനേഷനൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അരി കഴുകി അങ്ങ് വാർത്ത് വെച്ചാൽ മതി. അപ്പോൾ വെള്ളം നന്നായിട്ട് വാർന്ന് പോയിക്കോളും. ഒരു 5 മിനിറ്റ് സമയം ഇങ്ങനെ അരി ഫ്രൈ ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ, കരിഞ്ഞു പോകരുത്. അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ വിട്ട് വരണം. നമ്മൾ റൈസ് ഇങ്ങനെ കട്ട ആവാതിരിക്കാൻ നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ തൊട്ടിപ്പുറത്ത് അടുപ്പത്ത് തന്നെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിരുന്നു. എത്ര അരി എത്ര വെള്ളം എന്ന് പറയും എന്നൊരു കണക്കുണ്ട്. ഇപ്പോൾ 1 കപ്പ് അരിയാണെങ്കിൽ 1.5 കപ്പ് വെള്ളം. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് അരിയിലേക്ക് 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെള്ളം കൂടിപ്പോകരുത്, ഈ പറഞ്ഞ അളവിനേക്കാളും ഒട്ടും കൂടിപ്പോകരുത്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം. കാരണം നല്ല ചൂടിൽ നിൽക്കുന്ന അരിയാണ്, നമ്മൾ ഫ്രൈ ചെയ്യുകയാണല്ലോ. അപ്പോൾ നല്ല ചൂടിൽ നിൽക്കുന്ന അരിയിലേക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്ന കണക്കിൽ വെള്ളം ഒഴിച്ചു, അടച്ചു വെച്ചു.
അപ്പോൾ അത് അവിടെ കിടന്ന് റെഡി ആയിക്കോളും. ആ വെള്ളം വറ്റുന്നതോടുകൂടി ചോറ് കറക്റ്റ് വേവായിക്കോളും. ഇനി നമ്മൾ മസാല ഉണ്ടാക്കുകയാണ്. മസാല ഉണ്ടാക്കാൻ വേണ്ടി 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ തന്നെ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ കംപ്ലീറ്റ് നെയ്യ് വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, കംപ്ലീറ്റ് ഓയിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിലേക്ക് പച്ചമുളക് ഒരു 5-6 എടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത ഇതുപോലെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ എല്ലാം ചെയ്യാം. അതുപോലെ ഷാജീരകം പെരുംജീരകം കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഷാജീരകം ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒഴിവാക്കുക, പെരുംജീരകം മാത്രമായിട്ട് ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വേണം ഇതൊക്കെ ചെയ്യാൻ. മുളക് ഫ്രൈ ആക്കുകയൊന്നും വേണ്ട. 1/2 ടീസ്പൂൺ ഏകദേശം 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുത്തത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. മല്ലിച്ചപ്പ് പുതിന അതൊരു കൈപ്പിടി എന്നെ വേണമെന്നില്ല, അതിൻ്റെ പകുതി മതി. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത സമയത്തും മല്ലിച്ചപ്പ് ചിക്കനിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ സവാള ഞാൻ 2 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ആകെ 1/2 കിലോ ചിക്കനല്ലേ ഉള്ളൂ, അപ്പോൾ അതിനനുസരിച്ച് 2 സവാള തന്നെ ധാരാളം മതിയാവും. ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള നന്നായി ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചിക്കനിൽ ആദ്യം തന്നെ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെയും കൂടി ഉപ്പിടുമ്പോൾ അത് കൂടി പോവാതെ നോക്കണം. ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. സവാള നന്നായിട്ട് വഴന്ന് വരുമ്പം 2 തക്കാളി തീരെ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ചെറിയ തക്കാളിയാണ്, വലുതാണെങ്കിൽ 1 തന്നെ ധാരാളമായിരിക്കും. ഈ തക്കാളി ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് അടച്ച് വെച്ചു. ഇപ്പോൾ തക്കാളി ഒരു 5 മിനിറ്റ് നേരം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ചാൽ മതി. ഇപ്പോൾ തക്കാളി അടക്കം എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. വേറെ മസാലകളൊന്നും നമ്മൾ ഇനി ഇതിൽ ചേർക്കുന്നില്ല. നമ്മളെ മാരിനേഷൻ സമയത്ത് ഇട്ട് കൊടുത്ത മസാലകൾ മാത്രമേ ഉള്ളൂ. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കുകയാണ്. തൈര് നമ്മൾ മാരിനേഷൻ സമയത്ത് 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 ടേബിൾ സ്പൂൺ അത്രയും മതി. വേറെ ഇനി ഇതിലേക്ക് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഇങ്ങനെ അടച്ച് വെച്ച് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. കാരണം റൈസ് നമ്മൾ വേവിച്ചതാണ്. അപ്പോൾ ചിക്കനും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അതൊന്ന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. ഇപ്പോൾ അതാ അടച്ച് വെച്ച് വേവിച്ചത് കൊണ്ട് വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട്. അതൊന്നും ചെയ്യേണ്ട, വറ്റിക്കൊന്നും വേണ്ട. നമ്മളതിൻ്റെ മുകളിലിട്ടിട്ട് തന്നെ ദം ചെയ്യുകയാണ്. ചിക്കൻ റെഡി ആയതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഫ്രൈ ചെയ്ത മല്ലിച്ചപ്പും പുതിനയും ഒന്ന് ഇട്ട് കൊടുക്കുക. ഈ മല്ലിച്ചപ്പും പുതിനയും ഫ്രൈ ചെയ്യുമ്പോൾ കൂടുതൽ ക്യാരറ്റ് ഉണ്ടെങ്കിൽ അതും കുറച്ചിട്ട് കൊടുക്കുക. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കുകയാണ്. 2 ലെയറുകളായിട്ടാണ് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് റൈസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ 2-3 കിലോ വെച്ച് ചെയ്യുകയാണെങ്കിൽ 3-4 ലെയറൊക്കെ ആക്കി ചെയ്യുക. ഇതിപ്പോൾ 1/2 കിലോ റൈസല്ലേ ഉള്ളൂ, അപ്പോൾ 2 കപ്പ് റൈസാണുള്ളത്. അപ്പോൾ അത് 2 ലെയറായിട്ട് ചെയ്ത് കൊടുക്കുക. ആദ്യം പകുതി ഇട്ടതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയൻ, അതുപോലെ മല്ലിച്ചപ്പും പുതിനയൊക്കെ ഫ്രൈ ചെയ്തിട്ടുള്ളത് നമ്മൾ നേരത്തെ എന്തൊക്കെ മാറ്റി വെച്ചോ അതൊന്നൊക്കെ കുറേശ്ശെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക, ഈ റൈസിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ബാക്കി റൈസ് ഉണ്ടല്ലോ പകുതി, അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. റൈസ് നല്ല അടിപൊളിയായിട്ട് വേറിട്ട് നിൽക്കും, കാരണം നമ്മൾ നന്നായി ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അവസാനം നമ്മൾ എന്തൊക്കെ ബാലൻസ് ഉണ്ടോ അതെല്ലാം കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. മുകളിൽ പിന്നെ നെയ്യൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഈ മല്ലിച്ചപ്പ് പുതിന എല്ലാം നെയ്യിലാണ് ഫ്രൈ ചെയ്തത്. അപ്പോൾ അതിലൊക്കെ കുറച്ച് നെയ്യ് ഉണ്ടാവും. മാത്രമല്ല ചിക്കനും അതിലൊക്കെ നെയ്യ് ഉണ്ടാവുമല്ലോ, അപ്പോൾ കൂടുതൽ നെയ്യ് ഒഴിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ടൊരു 10 മിനിറ്റ് സമയം ലോ ഫ്ലെയിമിൽ ദം ചെയ്താൽ ഇതാ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ബിരിയാണിയാണ്. സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്നതിനേക്കാളും ഈസിയാണ്. ചിക്കൻ ഫ്രൈ ചെയ്യൊന്നും വേണ്ട, പക്ഷെ നല്ല ടേസ്റ്റുമാണ്. സെർവ് ചെയ്യുന്ന സമയത്ത് ഇതാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക ചിക്കനും
ചോറും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ റൈസിനൊക്കെ ശരിക്കും ആ ഒരു നെയ്യിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് കിട്ടും. അടിപൊളി ബിരിയാണിയാണ്. സാധാരണ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന അത്രയൊന്നും റിസ്ക് ഇല്ല ഇത് ചെയ്യാൻ, പക്ഷേ നല്ല ടേസ്റ്റാണ്. നമ്മൾ മല്ലിച്ചപ്പും പുതിന അടക്കം എല്ലാം നെയ്യിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ടായിരിക്കും റൈസിനാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരും. ഇതിൻ്റെ മുമ്പേ ഇട്ടിട്ടുള്ള വീഡിയോസൊക്കെ എല്ലാം ഒന്ന് കണ്ടു നോക്കുക. ഇതും അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ വീണ്ടും കാണാം. താങ്ക്